ശ്രീനാരായണ ഭക്തർക്കും എന്റെ വന്ദനം. കൊല്ലവർഷം 1031 ചിങ്ങമാസം 14 ക്രിസ്തുവർഷം 1855 ഓഗസ്റ്റ് 28 ചതയം നക്ഷത്രത്തിൽ തിരുവനന്തപുരത്തിനടുത്തുള്ള ചെമ്പഴന്തി എന്ന ഗ്രാമത്തിൽ വയൽവാരം വീട്ടിൽ മാടനാശാന്റെയും കുട്ടിയമ്മയുടെയും പുത്രനായി ശ്രീനാരായണ ഗുരു ഭൂജാതനായി. നവജാത ശിശു ജനന സമയത്ത് കരഞ്ഞില്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ജനനത്തിന്റെ പ്രത്യേകത. ചെമ്പഴന്തി മൂത്തുനാരായണ പിള്ളയുടെ അടുത്താണ് അദ്ദേഹം പ്രാഥമിക വിദ്യാഭ്യാസം നടത്തിയത്. പിന്നീട് അദ്ദേഹം കുമ്മംപള്ളി രാമൻപിള്ള ആശാന്റെ ഗുരുകുലത്തിൽ ഉപരിപഠനം നടത്തി. വിദ്യാഭ്യാസ കാലത്ത് അദ്ദേഹം മലയാളം, സംസ്കൃതം, തമിഴ് എന്നീ ഭാഷകളിൽ പ്രാവീണ്യം നേടി. ശ്രീകൃഷ്ണ ഭഗവാൻ തന്റെ ബാല്യകാലത്ത് നിർവഹിച്ചിരുന്നതായ പശുക്കളുടെ പരിപാലനം എന്ന കൃത്യം ശ്രീനാരായണ ഗുരുവും നിർവഹിച്ചിരുന്നു. രണ്ടുനേരം കുളിക്കുക, ഭസ്മം ധരിക്കുക, മറ്റ് ആത്മീയ കാര്യങ്ങളിൽ ഏർപ്പെടുക, കുറ്റിക്കാടുകളിൽ ധ്യാനത്തിൽ മുഴുകുക എന്നീ ശീലങ്ങൾ അദ്ദേഹം തന്റെ ബാല്യകാലം മുതൽ തന്നെ അനുവർത്തിച്ചിരുന്നു. ഗോക്കളെ മേയാൻ വിട്ടതിനു ശേഷം ശ്രേഷ്ഠമായ കൃതികളായ ഉപനിഷത്തുകൾ, ശ്രീമദ് ഭാഗവതം, ഭഗവത്ഗീത, നാരായണീയം തുടങ്ങിയവ അദ്ദേഹം പാരായണം ചെയ്യാറുണ്ടായിരുന്നു. സമയം കിട്ടുമ്പോഴെല്ലാം അദ്ദേഹം മൗനമായിരുന്നു ധ്യാനിക്കാറുണ്ടായിരുന്നു. വളരെയധികം പരിശ്രമിച്ച അദ്ദേഹം ഈശ്വര സാക്ഷാത്കാരം നേടിയെടുത്തു. ചാതുർവർഗ്ഗത്തിന്റെ ദുരാചാരം നിമിത്തം കഷ്ടത്തെ അനുഭവിച്ചിരുന്ന ഈഴവർ മുതൽ താഴോട്ടുള്ള ജനങ്ങളെ ഉദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ശിഷ്ടകാലം നിസ്വാർത്ഥമായി വിനിയോഗിച്ചു. എല്ലാവർക്കും സംശുദ്ധമായ ജീവിതചര്യ നയിക്കുന്നതിനു വേണ്ടി അദ്ദേഹം പഞ്ചശുദ്ധി തത്വങ്ങളും പഞ്ചധർമ്മങ്ങളും ഉപദേശിച്ചു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകണമെന്നും സംഘടന കൊണ്ട് ശക്തരാകണമെന്നും തൊഴിൽ ചെയ്ത് അഭിവൃദ്ധി നേടണമെന്നും അദ്ദേഹം ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചു. മദ്യം വിഷമാണെന്നും അത് ഉണ്ടാക്കരുതെന്നും അത് ആർക്കും കൊടുക്കരുതെന്നും അത് ആരും കുടിക്കരുതെന്നും അദ്ദേഹം ജനങ്ങളോട് ആവശ്യപ്പെട്ടു. താണജാതിയിലുള്ളവർക്ക് ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിരുന്ന അക്കാലത്ത് അദ്ദേഹം അരുവിപ്പുറത്ത് ഒരു ശിവപ്രതിഷ്ഠ നടത്തുകയും അതിനെതിരെ ഉറഞ്ഞുതുള്ളിയ ജാതിക്കോമരങ്ങളോട് താൻ പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനാണെന്ന് പറഞ്ഞ് പരിഹസിക്കുകയും ചെയ്തു. അതിനുശേഷം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ധാരാളം ക്ഷേത്രങ്ങളിൽ സാത്വിക മൂർത്തികളുടെ പ്രതിഷ്ഠ നടത്തിക്കൊണ്ട് നമ്മുടെ ആരാധനാ സ്വാതന്ത്ര്യത്തിന് പുതിയൊരു നാന്ദി കുറിച്ചു. പിന്നീട് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അഥവാ SNDP സംഘടിപ്പിച്ച് ജനങ്ങളെ ഐക്യബോധമുള്ളവരാകണമെന്ന് ഉദ്ബോധിപ്പിച്ചു. ജനങ്ങളുടെ ആധ്യാത്മിക ഉന്നമനത്തിനായി അദ്ദേഹം ധാരാളം കൃതികളും രചിച്ചു. കേരളം കണ്ട സമുന്നതനായ ഒരു ദാർശനികനും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്നു ശ്രീനാരായണ ഗുരു. മികച്ച ഒരു പൈതൃകത്തെ നമുക്ക് സംഭാവന ചെയ്തുകൊണ്ട് 1928 സെപ്റ്റംബർ 20 ഉച്ചകഴിഞ്ഞ് 3:30 ശ്രീനാരായണ ഗുരു മഹാസമാധിയായി. ഇന്നും നമ്മുടെ ആധ്യാത്മിക ഉന്നമനത്തിന്റെ പന്താവിൽ സുദീപ്തമായ ഒരു ധ്രുവ നക്ഷത്രത്തെ പോലെ അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ നമുക്ക്